മാസം അത് സംഭവിച്ചില്ല. ഡിസംബർ ചൂടുപിടിച്ച് പുകയുന്ന, വരും നൂറ്റാണ്ടുകളിൽ ആഗോളതാപനം കൊണ്ടുരുകാൻ പോകുന്ന ഭൂമിക്ക് തണുപ്പും കുളിരും സമാശ്വാസവും പകരുന്ന മാസമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ കണ്ടെത്തൽ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. വരും നൂറ്റാണ്ടുകളിൽ ഭൂമി ചൂടുപിടിച്ച് പുകയാൻ പോകുന്ന കാലങ്ങളിലും ഡിസംബർ മാസം ആശ്വാസത്തിൻ്റെയും തണുപ്പിൻ്റെയും കുളിരിൻ്റെയും സാന്ത്വനത്തിൻ്റെയുമായിരിക്കും എന്ന കണ്ടെത്തൽ. അങ്ങനെയാണ് ദൈവപുത്രൻ ഏറ്റവും മനോഹരമായ ആകാശത്ത് നക്ഷത്രങ്ങളും ഭൂമിയിൽ പുഷ്പങ്ങളും രാത്രികളിൽ നിലാവും പകലുകളിൽ പൊൻവെയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഡിസംബർ മാസത്തിൽ, ഡിസംബറിൻ്റെ അവസാന വാരത്തിൽ പൂജാതനാകാനുള്ള കാരണം. 2000 വർഷങ്ങൾക്കിപ്പുറം നാം ഒക്കെ ക്രിസ്മസ് സമുചിതമായി ആഘോഷിക്കുമ്പോൾ, സ്റ്റാറുകളും പുൽക്കൂടുകളും കൊണ്ട് നമ്മുടെ വീടുകളുടെ മുൻവശം അലങ്കരിക്കുമ്പോൾ, ഹൃദയത്തിൽ നാം എന്ത് അലങ്കാരം നടത്തുന്നു? പ്രകൃതി തയ്യാറാക്കുന്ന ഈ മുന്നൊരുക്കത്തിൽ മനുഷ്യരായ നാം എങ്ങനെ പങ്കാളികളാകുന്നു എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് സമാഗതമായ ഈ വേളയിൽ നാം സ്വയം ചോദിക്കേണ്ടത്. നമ്മുടെ എല്ലാ ഭവനങ്ങളും പുൽക്കൂടുകൾ കൊണ്ട്, വർണ്ണക്കടലാസുകൾ കൊണ്ട്, തിളങ്ങുന്ന ഗോളങ്ങളും നക്ഷത്രങ്ങളും മണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെ അലങ്കരിക്കപ്പെടുന്നു എന്നാലോചിക്കുക. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ യാത്രയാണ് എന്ന് നമുക്കറിയാം. ഏതൊരു യാത്രയിലും പലതരത്തിലുള്ള അനുഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. ഈ അനുഭവങ്ങളൊക്കെ കൂടി നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്നു. ചെളിയും പൊടിയും അഴുക്കുമൊക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്നു. ദീർഘദൂരം നടക്കുന്ന യാത്രക്കാരൻ്റെ പാദങ്ങളും ചെരുപ്പുമൊക്കെ പൊടി കൊണ്ട് മൂടപ്പെടുന്നത് പോലെ ജീവിതയാത്ര തുടരുന്ന നമ്മുടെയൊക്കെ മനസ്സും പൊടിപടലങ്ങൾ നിറഞ്ഞതായി തീരുന്നു. വർഷാന്ത്യത്തിൽ ഈ പൊടിപടലങ്ങൾ തുടച്ചു മാറ്റി കഴുകിയെടുത്ത് ഇനി ഒരു വർഷത്തേക്കുള്ള യാത്രയിൽ നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ വർഷാന്ത്യത്തിലെ അവസാന ആഴ്ചയിൽ ഭൂജാതനായത്. ഈ സന്ദർഭം നമുക്ക് ആത്മശുദ്ധീകരണത്തിൻ്റെതും സ്വയം നവീകരണത്തിൻ്റെതുമായിരിക്കണം. ഇനിയും നമുക്ക് അനേകം കിലോമീറ്ററുകൾ താണ്ടാനുണ്ട്. ഇനിയും അനേകം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നാം ചെല്ലുന്നിടത്തൊക്കെ ചെറിയൊരു മെഴുകുതിരി നാളമെങ്കിലുമായി ജ്വലിക്കേണ്ടതുണ്ട്. നാം കടന്നു ചെല്ലുന്ന മനസ്സുകളിലൊക്കെ ഡിസംബറിൻ്റെ കുളിരും മഞ്ഞും സാന്ത്വനവും നിറയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ഈ ക്രിസ്മസ് നക്ഷത്രങ്ങൾ പോലെ ജ്വലിക്കുന്നവയാക്കി തീർക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ദൈവപുത്രൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ആത്മശുദ്ധീകരണം സാധ്യമാകണം. ഭൗതിക ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന മതമത്സരങ്ങളിൽ, കാമക്രോധങ്ങളിൽ, പകയും വിദ്വേഷവും വിരോധവും അസൂയവും കലർന്ന നിരവധി ഏർപ്പാടുകളിൽ നമുക്ക് സംഭവിക്കുന്ന മാലിന്യമത്രയും കഴുകിക്കളയാൻ സാധിക്കണം. അതിനുശേഷം വേണം 6 നാളുകൾക്കപ്പുറം വരുന്ന പുതുവർഷത്തെ വരവേൽക്കാൻ. അപ്പോൾ ദൈവപുത്രൻ ഭൂജാതനായ ഡിസംബർ 25 അടുത്ത വർഷത്തേക്കുള്ള പ്രവേശനത്തിനുള്ള യഥാർത്ഥ തയ്യാറെടുപ്പാണ് നമുക്ക് നൽകുന്നത്. സ്വയം ശുദ്ധീകരിക്കുക, മനസ്സിൽ നൈർമല്യവും വിനയവും നിറയ്ക്കുക, ദൈവത്തിന് മുൻപിൽ സ്വയം സമർപ്പിക്കുക, മെഴുകുതിരി ജ്വാലകളാവുക, നക്ഷത്രങ്ങളാവുക, പുൽക്കൂട് കാണുന്നവന്
ലഭിക്കുന്ന സന്തോഷം നമ്മെ കാണുന്നവർക്ക് ലഭിക്കാൻ അവസരമൊരുക്കുക. കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർ ദൈവപുത്രനായ ശിശുവിൻ്റെ മുൻപിൽ, നവജാത ശിശുവിൻ്റെ മുൻപിൽ താണു വണങ്ങിയപ്പോൾ അവർക്ക് ലഭിച്ച ആനന്ദം നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ സാധിക്കുക. വളരെ ഹ്രസ്വമായ മനുഷ്യ ജീവിതം നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന സന്ദേശം കൂടിയാണ് ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. 70, 80, 100 വർഷം അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചില്ല. വളരെ ചെറിയൊരു കാലം മാത്രമാണ് അവിടുന്ന് ഭൂമിയിൽ ചെലവഴിച്ചത്. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇനി വരാൻ പോകുന്ന 1000 ആണ്ടുകളിലെ മുഴുവൻ ആളുകൾക്കും സാന്ത്വനവും സുഹൃതവും നൽകാൻ പോന്ന ജീവിതം അവിടുന്ന് നയിച്ചു. ഇതിലധികമായി മറ്റൊരു സന്ദേശം നമുക്ക് നൽകാനില്ല എന്നോർമ്മിക്കുക. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്ത കൊണ്ടും നന്മ നിറയ്ക്കാൻ ശ്രമിക്കുക. ഈ ക്രിസ്മസ് നമുക്കൊക്കെ അവിസ്മരണീയമായ നന്മയുടെ പുനർനവീകരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ മനുഷ്യരായി 2015 ജനുവരി മാസം 1-ാം തീയതിയിലേക്ക് ഉണർന്നെഴുന്നേൽക്കാനും വീണ്ടും ഒരു 365 ദിവസം കൂടി ഭൂമിയിൽ വെളിച്ചം നിറയ്ക്കാനും അങ്ങനെ സ്വർഗത്തിൽ മഹാപിതാവിൻ്റെ മുൻപിൽ നമ്മുടെ സ്ഥാനമുറപ്പിക്കാനും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ ക്രിസ്മസും പുതുവത്സരവും നേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം എനിക്ക് തന്ന ബഹുമാന്യനായ സിബിച്ചൻ, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാവരോടും എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ല ക്രിസ്മസ്, നല്ല പുതുവത്സരം, നല്ല മനസ്സ് അത് നമുക്ക് ലഭിക്കട്ടെ. സന്തോഷം.